Good morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor, PG Department of Commerce, Don Bosco College. So, let's begin with my class. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് about the incidence of tax of an assessee. In the last class, we have discussed about incidence of tax. അല്ലേ, അതിന്റെ തിയറി പാർട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് അസസിയുടെ 3 കാറ്റഗറി ഉണ്ട്: റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് അസസി ഏതൊക്കെ ഇൻകത്തിനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, സോ വി ഹാവ് ടു ഡിറ്റർമൈൻ ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി. ഓക്കെ, അതായത് അസസി ഓർഡിനറി റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, ഓർഡിനറി റെസിഡന്റ് റെസിഡന്റ്. നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം. അപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മിസ്റ്റർ ആനന്ദ് has the following incomes during the previous year 2019-18. A list of income നമുക്ക് തന്നിട്ടുണ്ട്. So പെട്ടെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. First one, income from salary in India from a company in USA, 5,50,000. Second one, dividend received from an Indian company received in England, rupees 1 lakh. Then income from house property in India received in Pakistan, 20,000. Dividend from a foreign company received in England and deposited in a bank there, 10,000. Income from business in Kolkata managed from USA, 1,20,000. Income from business in USA, 12,000, which was controlled in Kanpur. Then income earned in Australia and received there brought into India, rupees 25,000. And the last one is gift from an uncle, which is rupees 20,000. So you have to compute the gross total income of Mr. Anand if he is an ordinary resident, not ordinary. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, അല്ലെ, ഓഫ് ആനന്ദ്. ഇവിടെ ആനന്ദ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആനന്ദാണ്. അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അപ്പൊ നമുക്ക് എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അതാദ്യം എഴുതുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ആനന്ദ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2019-20. നമ്മുടെ പ്രീവിയസ് ഇയർ is 2019-20. So the assessment year for the previous year 2019-20. So നമ്മുടെ assessment year 2020-21. അപ്പൊ പ്രീവിയസ് ഇയറിൽ അയാൾ ഏൺ ചെയ്ത ഏതൊക്കെ ഇൻകത്തിനാണ് അയാൾ ടാക്സ് അടയ്ക്കാൻ നമ്മൾ നോക്കുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ 4 കോളം ഉണ്ട്. ദിസ് ഇസ് പെർട്ടിക്കുലേഴ്സ് ആൻഡ് ദെൻ ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഇതാണ് നമ്മുടെ 3 കോളം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഇൻകം ഫ്രം, അതിനു മുമ്പ് ഒരു കാര്യം, റെസിഡന്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് അയാൾക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തിനും ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ ആ ഇൻകം അയാൾക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ exempted income അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, exempted income ഒഴിച്ച് ബാക്കി എല്ലാ ഇൻകവും അസസി, റെസിഡന്റ് ആയിരിക്കുന്ന ഒരു അസസി ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇനി ഫോറിൻ ഇൻകത്തിനും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിരിക്കുന്ന അസസി ടാക്സ് അടയ്ക്കണം. ഫോറിൻ ഇൻകം ഇസ് ടാക്സബിൾ ഓൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓർഡിനറി റെസിഡന്റ് ഓർ റെസിഡന്റ്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ഇൻകം ഫ്രം സാലറി ഇൻ ഇന്ത്യ ഫ്രം എ കമ്പനി ഇൻ USA. ഒരു പോയിന്റ് കിട്ടിയാൽ ഓക്കെ, അതില് ഒന്നുകിൽ ആ ഇൻകം റിസീവ് ചെയ്തതോ അല്ലെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്തതോ ഇന്ത്യയിലാണെന്ന് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ it is taxable in 3 cases. Okay, അല്ലെങ്കിൽ it is taxable in the hands of when the assessee becomes resident, not ordinary resident, non resident. അപ്പൊ first case, income from salary in India from a company in USA. USA കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് അതിന്റെ സാലറി നമ്മൾ റിസീവ് ചെയ്തത് എവിടാണ്? ഇന്ത്യയിലാണ്. സോ ദി ഇൻകം ഇസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ, ഇൻസിഡൻസ് ഓഫ് ടാക്സ്. സോ അതിലെ ഫസ്റ്റ് പോയിന്റ്, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. സോ ദി എമൗണ്ട് ഇസ് 5,50,000. ഇറ്റ് ഇസ് ടാക്സബിൾ when the assessee becomes ordinary resident, not ordinary resident and non-resident. So this is the first point. Are you clear? Second one,
Dividend from an Indian company. Dividend from an Indian company is an exempted income. Dividend receive ചെയ്താൽ no one is liable to pay tax because it is exempted. അത് നമുക്ക് declaring ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. Just for this purpose ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. So the second one is dividend which is received from an Indian company. So it is exempt. അപ്പോൾ ഈ മൂന്ന് കോളത്തിൽ നമ്മൾ എന്ത് എഴുതുക? Exempt, exempt, then exempt. Okay. Third one. Income from house property in India received in Pakistan. Okay. അപ്പോൾ house property എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിൽ. But അത് റിസീവ് ചെയ്ത് എവിടെയാണ്? പാകിസ്ഥാനിൽ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്നെങ്കിൽ അത് ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആ ഇൻകം ഒറിജിനേറ്റ് ചെയ്ത് എവിടാണ്? ഇന്ത്യയിലാണ്. ഈ രണ്ടിലും ഏതെങ്കിലും ഒന്നെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് 3 കേസസ്. അപ്പൊ ഇവിടെ ഇൻകം ഒറിജിനേറ്റ് ചെയ്ത് എവിടാണ്? ഇറ്റ് ഇസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ. അത് എവിടെയോ റിസീവ് ചെയ്തോട്ടെ, അത് എവിടാണ് ഒറിജിനേറ്റ് ചെയ്ത്? ഇന്ത്യയിൽ അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടാക്സബിൾ ഇൻ 3 കേസസ്. ദാറ്റ് ഇസ് ഇൻകം ഫ്രം house property. അപ്പൊ ഞാൻ house property HP ഇടുവാണേ. house property and the amount is 20,000 and it is taxable in all cases. Are you clear? Next one is dividend from a foreign company received in England and deposited in a bank there. Okay. അപ്പൊ foreign ഇൻകത്തിന് ആര് മാത്രം ടാക്സ് അടച്ചാൽ മതി? റെസിഡന്റ്. SSC റെസിഡന്റ് ആകുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ആകുമ്പോൾ മാത്രം ഫോറിൻ ഇൻകത്തിന് ടാക്സ് അടച്ചാൽ മതി. സോ ഫോറിൻ അപ്പൊ എപ്പോഴും ഓർക്കുക, ഫോറിൻ ഇൻകം ഇസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഓർഡിനറി റെസിഡന്റ്. ഫോറിൻ ഇൻകം ഇസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഓർഡിനറി റെസിഡന്റ്. അപ്പൊ ഇവിടെ ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി ഈസ് ടാക്സബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ആണ് എക്സെംപ്റ്റഡ്, ബട്ട് ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി ഈസ് taxable. As it is a foreign income, it is taxable in the hands of resident only. Are you clear? So the next one, income from business in Kolkata managed from USA. Okay, so business evidana income from business in Kolkata but managed in USA. Appo ivide income, business എവിടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻകം ഫ്രം ബിസിനസ്. ആ ബിസിനസ്സിൽ ഇൻകം റിസീവ് ചെയ്ത് എവിടാണ്? കൊൽക്കത്തയിലാണ്. അത് മാനേജ് ചെയ്തത് ഇന്ത്യക്ക് പുറത്താണെങ്കിലും ആ ബിസിനസിന്റെ ഇൻകം നമ്മൾ റിസീവ് ചെയ്തത് ഇന്ത്യക്കകത്താണെങ്കിൽ ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കത്ത മാനേജ് ഫ്രം USA. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇറ്റ് ഇസ് ടാക്സബിൾ ഇൻ 3 കേസസ്. ഇവിടെ ഇൻകം ഇന്ത്യയിലാണല്ലോ റിസീവ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡൗട്ട്, ഇറ്റ് ഇസ് ടാക്സബിൾ ഇൻ income which is received in Kolkata. Income which is received in Kolkata. Okay, and the amount is rupees 1,20,000 and it is taxable in 3 cases, whether it is a resident, non-resident or not ordinarily resident. Okay, so അത് മനസ്സിലായല്ലോ. സോ രണ്ട് കാര്യം എപ്പോഴും ഓർക്കുക, ഫോറിൻ ഇൻകത്തിന് റെസിഡന്റ് കയ്യിലായിരിക്കും ടാക്സബിൾ, ബട്ട് ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകത്തിന് എല്ലാ കേസിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ഇൻകത്തിന് എല്ലാ കേസിലും ടാക്സബിൾ ആണ്. The next one is income from business in USA but control from Kanpur head office. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു income which is accruing or arising from a business outside India from a business control or a profession set up in India. ഓർക്കുന്നുണ്ടോ? അത് ആർക്കൊക്കെയായിരുന്നു ടാക്സബിൾ? റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇവിടെ ഇന്ത്യയുടെ പുറത്താണ് ഇൻകം റിസീവ് ചെയ്തത്, ബട്ട് ആ ഇൻകത്തിന്റെ ആ ബിസിനസിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എവിടെയാണ്? ഇന്ത്യക്കകത്താണെങ്കിൽ ഇറ്റ് ഇസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. സോ ദി നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് ഇൻകം ഫ്രം ബിസിനസ്. So the amount is rupees 12,000. So it is taxable in the hands of resident and not ordinarily resident. So and the last one is that income, and the next one is that income earned in Australia and received there but brought into India. Okay, so aതൊരു foreign income earned in Australia and received there. അത് രണ്ട് പുറത്താണ്, ഫോറിൻ ഇൻകം ആണ്. This is an example of foreign income. So it is taxable in the hands of resident and the amount is rupees 25,000. ഫോറിൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫോറിൻ ഇൻകം ഇവിടെ എഴുതാം.
foreign income, it is taxable and the amount is rupees 25,000, so it is taxable here. The hands of president only. In the hands of president only. The last one is his uncle sent a bankrupt from London as a gift on his marriage. Okay, so that is gift from or gift ആണ് നമുക്ക് കിട്ടിയത്. And gift from a relative is exempted. അതും exempted ഇൻകത്തിനകത്ത് വരും. അതും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. So it is also an gift from relative is an exempted income. Okay, so it is also exempted. Okay, so this is our answer and ഇങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസറെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് 7,37,000. ഇവിടെ നോക്കിക്കേ, ഇത്രയും ഇൻകം ആണ് ആനന്ദ് ഓർഡിനറി റെസിഡന്റ് ആവുമ്പോൾ ആനന്ദിന് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുമ്പോൾ ഹി ഹാസ് ആൻ ഇൻകം ഓഫ് rupees 7,02,000. Then അയാള് എന്താ പറയാ, നോൺ റെസിഡന്റ് ആവുമ്പോ അയാൾക്ക് എത്ര രൂപയുടെ ഇൻകം ഉണ്ട്? 6,90,000 rupees. ഓക്കെ, അപ്പൊ ഇത് ആനന്ദ് റെസിഡന്റ് ആകുമ്പോ അയാൾ അടയ്ക്കേണ്ട അയാളുടെ ടോട്ടൽ ഇൻകം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകുമ്പോൾ അയാളുടെ ഇൻകം, നോൺ റെസിഡന്റ് ആകുമ്പോൾ അയാളുടെ ഇൻകം. എപ്പോഴാണ് ഏറ്റവും കുറവ് ഇൻകം? when he becomes non resident. അപ്പൊ എപ്പോഴും അയാളുടെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്താ നല്ലത്? അയാൾ നോൺ റെസിഡന്റ് ആകുന്നതാണ് നല്ലത്. കാരണം ഇൻകം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തും കുറയും? ടാക്സ് ലയബിലിറ്റിയും ഓട്ടോമാറ്റിക്കലായിട്ട് കുറയും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? റെസിഡൻഷ്യൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കുക. ഒന്ന്, ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ഇൻകത്തിന് എല്ലാ കേസിലും അല്ലെങ്കിൽ അസസി റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്, നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം. ഇനി ഫോറിൻ ഇൻകത്തിന് റെസിഡന്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് മാത്രം അല്ലെങ്കിൽ ആ ഇൻകത്തിന് അയാളുടെ ഇൻകത്തിന്റെ ടോട്ടൽ ഇൻകത്തിലൂടെ മാത്രം ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൾ വ്യൂവേഴ്സ് ആൻഡ് ദിസ് ഇസ് ആശയ